അപ്പൊ ഹോം കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. ഓൾറെഡി ഞാൻ എനിക്ക് തോന്നുന്നു കുറെ വീഡിയോസ് ഹോം കെയറിനെ കുറിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ പേർക്ക് ഡൗട്ടാണ്. എസ്പെഷ്യലി ഈ ഒരു ലൈസൻസ് ഇല്ലാത്തവർക്ക് ഹോം കെയറിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, വിത്തൗട്ട് ലൈസൻസിൽ നമ്മൾ ഹോം കെയറിൽ ജോലി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയിലേക്കായിരിക്കും എടുക്കുന്നുണ്ടാവുക. കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യണം. അതായത് പേഷ്യൻസിന്റെ മാത്രമല്ല, അല്ലാത്ത റിലേറ്റഡ് പണികളും മേ ബി ചെയ്യേണ്ടി വരും. എല്ലാവരും ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും കെയർ ഗീവർ എന്നുള്ള ഒരു ഇതിൽ വിത്തൗട്ട് ലൈസൻസിലുള്ളവരെ കെയർ ഗീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബിലേക്കാണ് എടുക്കുന്നത്. അവിടെ പോയി പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് മെഡിക്കേഷൻ, കുളിപ്പിക്കല്, വാട്ട് എവർ ഇറ്റ് ഈസ് പേഷ്യൻസിന്റെ വരുന്ന അതും അല്ലാത്ത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് എല്ലാ വീട്ടുകാരും ചെയ്യിപ്പിക്കണം എന്നില്ല, പക്ഷെ പലരും ചെയ്യിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പലരുടെ എക്സ്പീരിയൻസും അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു കേട്ടതായിട്ടുള്ള അറിവ് കേട്ടോ. അപ്പൊ എനിക്ക് പേഴ്സണൽ ആയിട്ട് മൊത്തത്തിൽ എല്ലാവരും ചെയ്യിപ്പിക്കേണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല. പക്ഷെ വിത്തൗട്ട് ലൈസൻസ് ഹോം കെയറിൽ വിത്തൗട്ട് ലൈസൻസിലെങ്കിലും ജോലി കിട്ടുമോ എന്ന് വെച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല, 5 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 4 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല, എനിക്ക് ലൈസൻസ് ഇല്ല, UAE വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വരുമോ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങളെ എന്ത് ചെയ്യാം, ഹോം കെയറിലേക്ക് ജോലി എടുക്കുന്നത് കെയർ ഗീവർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷെ എല്ലായിടത്തും തന്നെ ഇപ്പോൾ അങ്ങനെ എല്ലാ ഹോം കെയറുകളിലും അങ്ങനെ എടുക്കുന്നില്ല. ചില ഹോം കെയറുകളിലാണ് അങ്ങനത്തെ ജോബിലേക്കുള്ളത് എടുക്കുന്നുള്ളൂ. അതും നമ്മൾ പേഷ്യൻസിന്റെ വീട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്യണം, 24 hours സ്റ്റേ ചെയ്യണം. വിസ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഹെൽത്ത് അണ്ടറിൽ അങ്ങനത്തെ വിസ അല്ല എടുക്കുന്നത്, മെയ്ഡിന്റെ വിസ എടുക്കുന്നില്ല, അതുപോലത്തെ വിസയാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ആ 2 year കഴിയാണ്ട് അവിടുന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വിസ എടുത്ത് തരുന്ന പോലെ 2 year കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരാൻ പറ്റുള്ളൂ. അവർ പറയുന്ന പോലത്തെ കാര്യങ്ങൾ അവരെ വീട്ടിൽ പോയി താമസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കെയർ ഗീവർ എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യുക, സാലറി കാര്യങ്ങളും ലെസ് തന്നെ ആയിരിക്കും. ബിലോ ഒരു 3000 ബിലോ ഒക്കെ ആയിരിക്കും സാലറി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ എപ്പോഴും ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോസിലുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, UAE ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നേഴ്സസ്, അതായത് ഒരു 5-6 ഇതിലേക്ക് ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക്, അതായത് ഫാർമസിസ്റ്റ്, റേഡിയോളജി അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നേഴ്സസ്, ഇങ്ങനത്തെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഫ്രഷേഴ്സ്, എങ്ങനത്തെ ഫ്രഷേഴ്സ് ആണെന്നുള്ളത് ആൾക്കാർക്ക് ഡൗട്ടാണ്. അപ്പൊ കുറെ പേര് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് 5 വർഷം ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് UAE വന്ന ജോലി കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ 5 വർഷം ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ അപ്പൊ ഫ്രഷറാണ്. നിങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താകുന്നുണ്ട്, ഇന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അത് കൺസിഡർ ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് തന്നെ കൂട്ടുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത് സ്ഥിതിക്ക് നിങ്ങളെ എന്താക്കുന്നില്ല, എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. അപ്പൊ നിങ്ങളെ ഫ്രഷേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് തന്നെ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ലൈസൻസ് വേണമെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുറെ പേര് പറഞ്ഞു 38 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ 50 വയസ്സായി, 38 വയസ്സായി, 40 വയസ്സിന്റെ മുകളിലായി, 45 വയസ്സായി, 20 വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 40 വയസ്സിന്റെ മുകളിലുള്ളവർക്കൊക്കെ റിസ്ക് ആണ് കിട്ടാനായിട്ട്, ചാൻസ് ആൾസോ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പും കൂടി ഉള്ളതുകൊണ്ട്, അതായത് എക്സ്പീരിയൻസും കൂടി ഇല്ലെങ്കിൽ വെരി വെരി ലെസ്, ഒരു 1% ചാൻസ് ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ബിലോ 40 വയസ്സിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 ആണ് പറയുന്നത്. ബിലോ 40, അപ്പൊ 40 വയസ്സിന്റെ മുകളിലുള്ളവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്, കിട്ടിയവരും ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ഓൾറെഡി പ്രീവിയസ് എക്സ്പീരിയൻസും കാര്യങ്ങളും അവർ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്ന കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഗവൺമെന്റിലടക്കം ഈ ഇടയ്ക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എബോ 14 years ഉള്ളവർക്കാണ് കിട്ടിയത്. പക്ഷെ അവർ ഓൾറെഡി സൗദിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അവർക്ക് ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ളവരായിരുന്നു. എനിക്ക് കുറെ പേര് എന്ത് ചെയ്യുന്നു, 14 years കഴിഞ്ഞവർക്കൊക്കെ കിട്ടുമെന്ന്. അപ്പൊ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചതാണ് ഈ ഒരു ഗ്യാപ്പിന്റെ കാര്യം, അതായത് ഇത്ര വർഷം ഗ്യാപ്പ്, ഇത്ര വർഷം പഠിച്ചിറങ്ങിയിട്ട് ജോലിക്ക് പോയിട്ടില്ല, ഇപ്പൊ ചോദിക്കുന്നവരുണ്ട്. ഫ്രഷേഴ്സ് എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റുള്ളൂ. അപ്പൊ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വന്ന് ട്രൈ ചെയ്ത് നോക്കും, ഉറപ്പായും കിട്ടും. പക്ഷെ ഏജ് ലിമിറ്റും എബോ 14 ആയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് റിസ്ക്കും കാര്യങ്ങളും ആണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക,
ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക വരാൻ വേണ്ടിയിട്ട് നോക്കുക. വിത്തൗട്ട് ലൈസൻസിലും ഏജും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും കെയർ ഗീവർ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പോവുള്ളൂ. അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഏൽക്കേണ്ടി വരും. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല, കേട്ടുള്ള ഒരു പരിചയമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ജോലിയിലൊന്നും വന്ന് പെടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്, അല്ല നിങ്ങൾ അങ്ങനത്തെ ജോലി ഏത് ജോലി എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ജോലിക്ക് വന്നിട്ട് ശ്രമിക്കാം കേട്ടോ. പക്ഷെ എന്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ജോലിയിലൊന്നും ഇവിടെ വന്ന് പെടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. പിന്നെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോം കെയറിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയർ നോക്കാൻ നോക്കുക. അതുപോലെ തന്നെ അവരുടെ അണ്ടറിൽ ലൈസൻസും വിസയും കാര്യങ്ങളും ഒക്കെ എടുക്കും. ലൈസൻസും വിസയും കാര്യങ്ങളും അവരുടെ അണ്ടറിൽ തന്നെ എടുത്തു തരാനായിട്ട് അവരോട് പറയുക. അതുപോലെ ലേബർ കാർഡ്, പിന്നെ സാലറി എന്ന് പറയുന്നത് WBC വഴിയുള്ള സാലറി തന്നെയാണ്. WBC വഴിയുള്ള സാലറി തന്നെ എന്തിടാൻ വേണ്ടിയിട്ട് ഇതാക്കുക. അങ്ങനെയൊക്കെ ഇട്ടാലേ നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ഹോം കെയറുകൾ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഓൾമോസ്റ്റ് എല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറുകൾ തന്നെയാണ്. പിന്നെ 24 hours അങ്ങനത്തെ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇതാക്കാതിരിക്കുക. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്താക്കുക, അവിടുത്തെ കാര്യങ്ങളും ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ എന്തൊക്കെയാന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ആരെങ്കിലും പരിചയപ്പെടുവാണെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ അവരോട് ചോദിക്കുക എങ്ങനെയാണ് ഈ ഹോം കെയർ ഇവിടെ നല്ലതാണോ എന്നുള്ളത്. പിന്നെ ആരും പാസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്ന ഹോം കെയറിലൊന്നും പോയി ഇതാക്കരുത്. പാസ്പോർട്ടോ കാര്യങ്ങളൊന്നും അവിടെ മേടിച്ചു വെക്കാനുള്ള ഒരു ഇത് റൂൾസും നമ്മുടെ പാസ്പോർട്ട് എവിടെയും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അങ്ങനെ പാസ്പോർട്ട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് നിർബന്ധം പഠിക്കുന്ന അവിടെ ഒന്നും പോയിട്ട് എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യാതിരിക്കുക കേട്ടോ. ഹോം കെയർ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹോം കെയറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം സേഫ് ആയി തന്നെ ഉള്ളത്. 12 hours ഡ്യൂട്ടി അവേഴ്സ് തന്നെയാണ്. പക്ഷെ ചില ഹോം കെയറുകൾ 10 hours 8 hours അങ്ങനത്തെ ഉണ്ട് കേട്ടോ. 3 shift അടക്കമുള്ള ഹോം കെയറുകൾ ഉണ്ട്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാളുടെ വീട്ടിൽ പോയി ജോലി എടുത്ത് കൊടുത്ത് നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അറിയാലോ, അവരെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ അടക്കം നമ്മൾ ചെയ്യണം. ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ മന്ത്ലി വിസിറ്റോ വീക്ക്ലി വിസിറ്റോ കാര്യങ്ങളോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ വിസിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളിലൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം കെയർ നല്ലതാണ്. അതുപോലെ ബ്ലഡ് കളക്ഷൻ, IV തെറാപ്പി, അതുപോലെ ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ ഹോം കെയറുകൾ മാത്രമായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അങ്ങനത്തെ ഹോം കെയറിലേക്ക് ഇതാക്കാം. ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിൽ ചെന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. പലരുടെ വീട്ടുകാരുടെ സ്വഭാവം പല രീതിയിലായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രം ഹോം കെയർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഹോം കെയർ ഒരു നല്ല ഈ ഫീൽഡ് തന്നെയാണ്. കെയർ എന്ന് പറയുന്നത് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. പിന്നെ സാലറി ബേസ് നോക്കുകയാണെങ്കിലും നല്ല സാലറി കിട്ടുന്ന ഹോം കെയറും ഉണ്ട്. അത് അത്യാവശ്യം ഒരു 5,000 എബോ സാലറി എല്ലാ ഹോം കെയറിലും നമുക്ക് രജിസ്റ്റേർഡ് നഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കുറെ പേരുടെ ഡൗട്ട്. ഹോം കെയർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഏജ് ലിമിറ്റ് ഫോർ ഹോം കെയറിൽ ജോലി കിട്ടാനായിട്ട്, പിന്നെ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലത്തെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായി കമന്റ് ചെയ്യാൻ. ഞങ്ങളുടെ മെസ്സേജിനുള്ള റിപ്ലൈ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.